നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്? ഇന്ന് സൺഡേ ആണ്, എല്ലാവരും കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കെൽറ്റിക് ക്രോസ് ആണ്. ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഡെസ്റ്റിനി എന്താണ്, യൂണിവേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ദിശ എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിച്ചു കാണുമല്ലോ. അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് എവിടെ പോയി നിൽക്കും എന്നുള്ളത് നമുക്കറിയണ്ടേ? അതൊന്ന് നമുക്ക് നോക്കാം. ഓർക്കുക, ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എല്ലാ പേർക്കും റെസനേറ്റ് ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. റിസൾട്ട് എന്ത് വന്നാലും അത് ഓവർലി മനസ്സിലേക്ക് എടുത്ത് ടെൻഷൻ ആവുകയോ അതിനെപ്പറ്റി നെഗറ്റീവ് ചിന്തകൾ കൊണ്ടുവരികയോ ഒന്നും ചെയ്യരുത്. നമ്മളുടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഭഗവാൻ വിചാരിച്ചാൽ മാറാൻ കഴിയാത്ത ഒരു കാര്യവും ഈ ലോകത്തില്ല, അല്ലേ? നമ്മൾ എത്രത്തോളം മാനിഫെസ്റ്റ് ചെയ്യുന്നു, നമ്മൾ എത്രത്തോളം അതിൻ്റെ പോസിറ്റിവിറ്റി കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ ഹീലിംഗ് ഒക്കെ ചെയ്താൽ കുറേയൊക്കെ വ്യത്യാസം നമുക്ക് തന്നെ കൊണ്ടുവരാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് അറിയാൻ പലർക്കും താല്പര്യം കാണുന്നതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് എടുക്കാമെന്ന് വിചാരിച്ചാൽ. കെൽറ്റിക് ക്രോസ് ആകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ആക്യുറേറ്റ് ആയിട്ട് അറിയാൻ സാധിക്കും. അതേപോലെ രാശി പറയുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ രാശി അതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടായിരിക്കും അത് ആ റീഡിങ് വരുന്നത്. അപ്പോൾ അതൊന്ന് നോക്കിക്കോളുക. ഏറ്റവും കൂടുതൽ വരുന്ന രാശി ഏതാണെന്ന് ഞാൻ പറയാം. തുടങ്ങാനേ. ഡിവൈൻ പ്ലീസ് ഗൈഡ്. ഇന്നൊരു കെൽറ്റിക് ക്രോസ് ആണ് ഡിവൈൻ ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് ദ ഡെസ്റ്റിനി ഓഫ് മൈ വ്യൂവേഴ്സ് റിലേഷൻഷിപ്പ് വിത്ത് ദാറ്റ് പേഴ്സൺ? പ്ലീസ് ഗൈഡ്. വാട്ട് ഈസ് ദ ഡെസ്റ്റിനി ഓഫ് മൈ വ്യൂവേഴ്സ് റിലേഷൻഷിപ്പ് വിത്ത് ദാറ്റ് പേഴ്സൺ? What is the destiny of my viewers' relationship? ദയവായി കമൻറ്റ് തരും. കെൽറ്റിക് ക്രോസ് ആണ് ദയവായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്ലീസ് ഗൈഡ്. എടുക്കുകയാണേ. 9 of Cups, തുടക്കം തന്നെ വിഷ് ഫുൾഫിൽമെൻറ്റ്. സെക്കൻഡ് കാർഡ് വന്നിട്ട് 10 of Pentacles, Ace of Pentacles, 4 of Cups, 2 of Wands, 8 of Pentacles, the Fool. Bottom of the deck വന്നിട്ട് Queen of Cups. ഓക്കെ, ഫസ്റ്റ് ഗ്ലാൻസിൽ ആദ്യം തന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ കാർഡ് തന്നെ കിട്ടിയത് എന്തായിരുന്നു? 9 of Cups. ചിലർക്കെങ്കിലും ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് വരുന്നുണ്ട്. കെൽറ്റിക് ക്രോസ് നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യം ഞാൻ കാണുന്നത്, ചുരുക്കി പറയുകയാണ്, ഇത് എല്ലാവർക്കും ഏകദേശം കാണുന്നവർക്കെല്ലാം തന്നെ ഏകദേശം ഒത്തുവരുന്നതായിരിക്കും. പക്ഷേ ഓരോ കാർഡും ഞാൻ ക്ലാരിഫൈ ചെയ്ത് 3 കാർഡ് വീതം എടുക്കും. ഓരോ കാർഡും ക്ലാരിഫൈ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഇൻ ഡെപ്ത് ഇതിൻ്റെ അർത്ഥം എന്താണ്, ചിലപ്പോൾ ആദ്യം കാണുന്നതായിരിക്കില്ല പിന്നീട് നോക്കുമ്പോൾ വരുന്നത് കേട്ടോ. ക്ലാരിഫൈ ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നാലും ഫസ്റ്റ് ഗ്ലാൻസിൽ എന്താണ് എന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. ഓക്കെ, ഇത് വെച്ച് ഫൈനൽ ഡിസിഷൻ എടുക്കരുത്. റീഡിങ് തീരും വരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, 9 of Cups വെച്ചിട്ട് ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് ചിലർക്കെങ്കിലും വരുന്നുണ്ട്. കപ്സ് വെച്ചിട്ട് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ രാശി ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഈ രാശിക്കാർക്കായിരിക്കും ഈ പറഞ്ഞ വിഷ് ഫുൾഫിൽമെൻറ്റ് വരാനുള്ള സാധ്യത കൂടുതൽ. ഓക്കെ, 10 of Pentacles. 10 of Pentacles വെച്ചിട്ട് ഒരു സ്റ്റെബിലിറ്റി, ഫാമിലി, ഒരു ഗെറ്റ് ടുഗദർ അങ്ങനെയൊക്കെയാണ് കാണുന്നത്. ഓക്കെ, കൂടുതൽ വിശദമായിട്ട് നമുക്ക് നോക്കാം. Ace of Pentacles വെച്ചിട്ട് ഒരു ന്യൂ ബിഗിനിങ്. ഓക്കെ, അത് നിങ്ങളുടെ കരിയറിലാവാം, ഒരു കുടുംബജീവിതം ആവാം, ഒരു ന്യൂ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആവാം, എന്തുമാവാം. എന്തോ ഒരു പുതിയ ബിഗിനിങ് ചിലർക്കെങ്കിലും അവരുടെ ലൈഫിൽ വരുന്നുണ്ട്. പെൻറ്റക്കിൾസ് വെച്ചിട്ട് 2 കാർഡും പെൻറ്റക്കിൾസ് ആയതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് പറഞ്ഞത്.
പെൻഡിക്കിൾസ് വെച്ചിട്ട് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം, വൃഷഭം, ഇടവ രാശി. ഓക്കെ, ഈ രാശികളിൽ പെട്ടവർക്കായിരിക്കും ഇത് കൂടുതലായിട്ട് നടക്കാൻ സാധ്യത. ഓക്കെ, അടുത്തത് 4 ഓഫ് കപ്സ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളും തിരിച്ചും ഭയങ്കരമായിട്ട് മിസ്സിങ് എനർജിയിലാണ്. എന്തുകൊണ്ടാണ് മിസ്സിങ് എനർജി വന്നത് എന്നുള്ളത് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് കൂടുതലായിട്ട് അറിയാം. ക്യാൻസർ, സ്കോർപിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം ഈ രാശികളിൽപ്പെട്ടവരായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. 2 ഓഫ് വാണ്ട്സ് വെച്ചിട്ട് അറ്റ് പ്രസൻറ്റ് ഈ സമയത്ത് അവർ നിങ്ങളുമായിട്ട് ഒരു ലോങ് ഡിസ്റ്റൻസിലാണ്. നിങ്ങൾ ഒരേ സ്ഥലത്തായിരിക്കാൻ സാധ്യതയില്ല. അതേപോലെ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കാണുന്നുണ്ട്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലുള്ള, അതായത് ഇൻ്റർഫിയർ ചെയ്യുന്ന ആരും ആവാം, എന്തും ആവാം. അവരുടെ പാരൻസ് ആവാം, അവരുടെ സ്പൗസ് ആവാം, അതായത് ഹസ്ബൻഡ് ഓർ വൈഫ് അതാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ആവാം. ഇപ്പോൾ ബ്രദർ സിസ്റ്ററൊക്കെ ഉണ്ട്, അവരുടെ റെസ്പോൺസിബിലിറ്റിക്ക് ഇവരുടെ ചുമലാണ്, അങ്ങനെ ആവാം. ഇവരുടെ കരിയർ ആവാം, എന്തുമാവാം കേട്ടോ. നിങ്ങളുടെ ഇടയിലുള്ള ലോങ് ഡിസ്റ്റൻസ് പോലും ഒരു തേർഡ് പാർട്ടി ആയിട്ട് വരാം കേട്ടോ. അതെന്താണെന്ന് നമുക്ക് പിന്നീട് ക്ലാരിഫൈ ചെയ്യാം. വോൺസ് വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു ഈ രാശികളിൽപ്പെട്ടവരായിരിക്കും ഈ പറഞ്ഞ ഗ്രൂപ്പിലുള്ള ആൾക്കാർ. അതുപോലെ 8 ഓഫ് പെൻഡിക്കിൾസ്. 8 ഓഫ് പെൻഡിക്കിൾസ് വെച്ചിട്ട് അറ്റ് പ്രസൻറ്റ് നിങ്ങളിത് കാണുന്ന സമയത്ത് അവർ ജോലിയുടെ തിരക്കിലായിരിക്കും, ഓൺ ദ ജോബ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ അവർ ജോലിയിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. അതുപോലെ പെൻഡിക്കിൾസ് വെച്ചിട്ട് അഗൈൻ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. കൂടുതൽ രാശികൾ ക്ലാരിഫൈ ചെയ്യുമ്പോൾ വരും, അത് ഞാൻ പറഞ്ഞു തരാം. ദ ഫൂൾ വെച്ചിട്ട് അവർ ഇപ്പോൾ ഒരു കെയർ ഫ്രീ രീതിയിൽ, അതായത് വരുന്നത് വരട്ടെ, നമുക്കൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് അങ്ങ് എടുക്കാം, നേരം മുന്നോട്ട് പോവാം, നീ ഒന്നും ആലോചിക്കേണ്ട, ഭഗവാന്റെ കയ്യിൽ അല്ലെങ്കിൽ ഡിവൈൻ്റെ കയ്യിൽ എല്ലാം ഏൽപ്പിച്ചിട്ട് നമുക്ക് കൂടുതലൊന്നും ചിന്തിക്കാതെ മുന്നോട്ട് പോകാം എന്ന് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് കാണുന്നത്. പോസിറ്റീവായിട്ട് തന്നെയാണ്. ദ ഫൂളിൻ്റെ രാശി വന്നിട്ട് ഏരീസ് ആണ്, മേടരാശിയാണ്. കൂടുതൽ എല്ലാം ക്ലാരിഫൈ ചെയ്യും കേട്ടോ. ക്വീൻ ഓഫ് കപ്സ് വെച്ചിട്ട് ക്യാൻസർ, സ്കോർപിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും രണ്ടുപേരും തന്നെ ഹൈലി ഇമോഷണലായിട്ട്, വളരെ ഇമോഷൻസ് പറയുമ്പോൾ എന്തോ ആവാം കേട്ടോ. സങ്കടമാവാം, സന്തോഷമാവാം, സ്നേഹമാവാം, എന്ത് ഇമോഷൻ, ദേഷ്യമാവാം, എന്ത് ഇമോഷൻ വേണമെങ്കിലും ആവാം അവിടെ. ഓക്കെ, വളരെ ഇമോഷണലായിട്ട് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതെന്താണെന്നും നമുക്ക് കൂടുതലായിട്ട് അറിയാം. അപ്പം മുന്നോട്ട് പോകാലോ, ക്ലാരിഫിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. Divine, please guide. I'm doing a Celtic cross here for my viewers. എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ഡെസ്റ്റിനി എന്താണ് എന്നാണ് ഞാൻ ചോദിച്ചിരുന്നത്. അതിൻ്റെ ക്ലാരിഫിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് ഈ ടെക്ക് എടുക്കുന്നത്. പ്ലീസ് ഹെൽപ്പ് മീ. Please clarify. 9 of Cups. I want a clarification for 9 of Cups. Please give me more details. 9 of Cups. The Sun. Knight of Pentacles. Oh, 2 of Cups. ഓക്കെ, നല്ല കാർഡുകൾ. ഓക്കെ, ഇവിടെ ഇപ്പോൾ സണ്ണിൻ്റെ കാർഡ് വന്നതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ലിയോ ചിങ്ങരാശി ആയിരിക്കാൻ സാധ്യതയുണ്ട്. ചിങ്ങരാശിക്കാരാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിലിപ്പോൾ വന്നിരിക്കുന്നത്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. അതേപോലെ ക്യാൻസർ, സ്കോർപിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം ഇവരും കുറച്ച് കൂടുതലായിട്ട് തന്നെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇവർ ചിന്തിക്കുന്നത് നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് നിങ്ങൾ തമ്മിൽ ഒരു ചെറിയ സെപ്പറേഷനോ എന്തോ ഒരു സംശയമോ, ലൈക്ക് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളൊരു ചെറിയ സംശയമൊക്കെ ആയിട്ട് നിങ്ങളൊന്ന് ചിലപ്പോൾ ഒരു ബ്രേക്ക് എടുത്ത് കാണണം നിങ്ങൾ, അല്ലെങ്കിൽ അവർ. ഓക്കെ, ഒരു സ്ലോയിങ് ഡൗൺ എനർജി അവിടെ കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു ഗ്യാപ്പിൽ അവർ റിയലൈസ് ചെയ്തു നിങ്ങളാണ് അവരുടെ ലൈഫിലുള്ള പോസിറ്റിവിറ്റി. അതോടുകൂടി അവരെന്ത് ചെയ്തു, അവർ ആ റിലേഷൻഷിപ്പിനെ
ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, നന്നാക്കാൻ വേണ്ടിയിട്ട് അവർ കാര്യമായിട്ട് തന്നെ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് സാമാന്യം നല്ല എഫേർട്ട് അവർ ചെയ്തു. ആ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ വേണ്ടി അവരുടെ ഭാഗത്തുനിന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നും നിങ്ങൾ രണ്ടുപേരും ശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒരു റീയൂണിയൻ നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒന്നുകിൽ നിങ്ങൾ തമ്മിൽ ഒന്ന് കാണുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യും, അല്ലെങ്കിൽ ഇതൊരു മാരേജ് പ്രപ്പോസലായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ തമ്മിൽ നിങ്ങൾക്ക് ഒരു പ്രപ്പോസലാണ് നിങ്ങൾ അവിടെ കൊടുത്തിരുന്നെങ്കിൽ ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യപ്പെടും. അല്ല നിങ്ങളൊരു മാരേജിന് വേണ്ടിയിട്ടാണ് അവിടെ, ബാക്കിയെല്ലാം നിങ്ങൾ ഓൾറെഡി ഇൻ റിലേഷൻഷിപ്പ് ആണ്, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം തീർന്ന് നിങ്ങളൊരു എൻഗേജ്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു മാരേജിൽ എത്തുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. ഓക്കെ, വളരെ പോസിറ്റീവായിട്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങിയത്. അതായത് ഇവർ നിങ്ങളെ പ്രതി വളരെ ജെനുവിനാണ്, വളരെ ജെനുവിനാണ്. അവരുടെ ഭാവി അവർ നിങ്ങളുടെ കൂടെ ഒരുപാട് സങ്കല്പിക്കുന്നുണ്ട്. അവരുടെ കുഞ്ഞുങ്ങളുടെ അമ്മ അല്ലെങ്കിൽ അച്ഛനായിട്ട് നിങ്ങളെയാണ് അവർ കാണുന്നത്. അതിൽ കൂടുതൽ എന്താ വേണ്ടത് അല്ലേ? Clarify 10 of Pentacles. Clarify 10 of Pentacles, please. Please clarify 10 of Pentacles. The Hanged Man, King of Cups, King of Swords. Okay. ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പോലൊരു സിനാരിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു റീഡിങ്ങിൽ. ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ, അതായത് ഈ റിലേഷൻഷിപ്പിലുള്ള സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ ലൈഫിൽ 2 പുരുഷന്മാരുടെ സാന്നിധ്യം കാണുന്നുണ്ട്. അതായത് ഒരു കിങ് ഓഫ് സോർട്സ് ഉണ്ട്, ഒരു കിങ് ഓഫ് കപ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഒരു മാരീഡാണ്, പക്ഷെ നിങ്ങൾ മറ്റൊരാളുമായിട്ട് സ്നേഹബന്ധത്തിലുമാണ്. നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ ഇരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ സ്റ്റക്ക് സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്ത്രീ, ഓക്കെ, അവർക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അവരുടെ ചിന്തകളുടെ പേഴ്സ്പെക്റ്റീവ് മാറുന്നുണ്ട്. മാറിയിട്ട് അവർ പ്രിഫർ ചെയ്യുന്നത്, ഇവിടെ പ്രിഫർ ചെയ്യാൻ പോകുന്നത് അവരുടെ ഫാമിലീനെയാണ്. ഓക്കെ, അവർ സ്നേഹം ബന്ധത്തിനല്ല ഇൻക്ലിനേഷൻ കൂടുതൽ അവരുടെ ഫാമിലി ആയിട്ടാണ് കാണുന്നത്. കാരണം അവരുടെ ഫാമിലിയിൽ ഉള്ള പുരുഷൻ, അതായത് അവരുടെ ഹസ്ബൻഡിന് അവരോട് വളരെ സ്നേഹമാണ്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള എക്സ്ട്രാ പുരുഷൻ ഉണ്ടല്ലോ, തേർഡ് പേഴ്സൺ, ആ തേർഡ് പേഴ്സൺ വന്നിട്ട് കുറച്ച് കൺട്രോൾ ഇഷ്യൂസ് ഉള്ള ഒരാളാണ്. നിങ്ങൾ സ്നേഹബന്ധത്തിലായി, പിന്നീട് അവർക്ക് മനസ്സിലായി നിങ്ങളെ കുറച്ച് ഈഗോ ഒക്കെ ഉള്ള ഒരാളാണെന്ന് അവിടെ മനസ്സിലായി. കുറച്ച് കൺട്രോളിങ് ആണ്, അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർ ഫാമിലിയുടെ കൂടെ സ്റ്റേ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അല്ല, ഇനി തിരിച്ച് സെക്കൻഡ് സിനാറിയോ എന്താണെന്ന് വെച്ചാൽ, ഏത് സിനാറിയോയിലായാലും ഓക്കെ, ഇതിൽ എത്ര സിനാറിയോ ഞാൻ എടുത്താലും ഇവരുടെ പ്രിഫറൻസ് ഫാമിലിയാണ് അവിടെ. ഓക്കെ, സെക്കൻഡ് സിനാറിയോയിൽ നിങ്ങൾ സ്നേഹബന്ധത്തിലായ ആൾ ചിലപ്പോൾ നിങ്ങളോട് വളരെ സ്നേഹമായിരിക്കും. അതായത് ഈ റിലേഷനിലെ സ്ത്രീയോട് തേർഡ് പേഴ്സൺ വളരെ സ്നേഹമായിരിക്കും. ഹസ്ബൻഡ് ആയിരിക്കും ചിലപ്പോൾ കൺട്രോൾ ഇഷ്യൂസോ ഈഗോ ഇഷ്യൂസോ ഒക്കെ ഉള്ള ഒരാൾ. പക്ഷേ ആ കേസിലും ഇവരുടെ ഫാമിലിയിലാണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ക്ലാരിഫൈ ഏസ് ഓഫ് പെന്റക്കിൾസ്. ക്ലാരിഫൈ ഏസ് ഓഫ് പെന്റക്കിൾസ്. കാരണം അവിടെ കുട്ടികൾ ഇൻവോൾവ് ആണ്. അവർക്ക് നിങ്ങളെ പ്രിഫർ ചെയ്ത്, അതായത് സ്നേഹബന്ധത്തെ പ്രിഫർ ചെയ്ത് മുന്നോട്ട് വന്നാൽ കുട്ടികളെ നഷ്ടമാവും എന്നുള്ളൊരു ഭയം അവിടെ കാണുന്നുണ്ട്. ക്ലാരിഫൈ, പ്ലീസ് ക്ലാരിഫൈ ഏസ് ഓഫ് പെന്റക്കിൾസ്. ടെമ്പറൻസ്, 10 of Swords, Wheel of Fortune. ഓക്കെ, ക്ഷമിക്കുക, നേരത്തെ സെറ്റിൻ്റെ കാർഡ്സിൻ്റെ സോഡിയാക്സ് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ ആർക്കൊക്കെയാണെന്നുള്ളത്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. ഹാങ്ഡ് മാൻ വന്ന് അത് മേജർ അർക്കാന കാർഡാണ്. പൈസിസ്, മീനരാശിക്കാരാണ് അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. അതേപോലെ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം, അതിലും മീനം വരുന്നുണ്ട് കേട്ടോ. പിന്നെ ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ഈ രാശികളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. അടുത്ത സെറ്റ് ഓഫ് കാർഡ്സിൽ
ഏസ് ഓഫ് പെൻഡക്കിൾസ് ആയിരുന്നു. ടെമ്പറൻസ് വിത്ത് 10 ഓഫ് സ്വാർഡ്സ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ. ടെമ്പറൻസ് വെച്ചിട്ട് നമുക്ക് സാജിറ്റേറിയസ് ധനു രാശിയാണ് ഏറ്റവും കൂടുതൽ ആയിട്ട് ഇവിടെ കണക്റ്റ് ആയിരിക്കുന്നത് കേട്ടോ. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ രാശിയായിരിക്കാൻ സാധ്യതയുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ വെച്ച് സാമാന്യം എല്ലാ ഇതും തന്നെ എല്ലാ സയൻസും തന്നെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. കൂടുതലായിട്ട് ധനുരാശിയാണ്. സ്പോർട്സ് വെച്ചിട്ട് ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുല, മിഥുനം, കുംഭം. പെൻഡക്കൽസ് വെച്ചിട്ട് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ. ഋഷഭം, കന്നി, മകരം. ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു സെപ്പറേഷനിലൊക്കെ ആയിരുന്നെങ്കിൽ അവിടെ ഒരു ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് ടേൺ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ലൈഫ് സൈക്കിൾ തിരിഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു കോംപ്രമൈസിലെത്തി ഒരു ബാലൻസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഏഞ്ചൽ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്. അതേപോലെ ഒന്നുകിൽ നിങ്ങൾ സ്പിരിച്വൽ വഴിയിലൊക്കെ പോയിട്ട് ഒന്ന് സ്വയം ഹീലൊക്കെ ചെയ്ത് ആ റിലേഷൻഷിപ്പിനെ ബാലൻസിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട്. കാരണം ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ് അവിടെ കാണുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു പുതിയ തുടക്കം വരുന്നതായിട്ടും കാണുന്നുണ്ട്. ക്ലാരിഫൈ 4 ഓഫ് കപ്സ്. ക്ലാരിഫൈ 4 ഓഫ് കപ്സ്. ഇത് ആർക്കെല്ലാം റെസനേറ്റ് ആകുന്നോ ആ രീതിയിൽ മാത്രം എടുക്കുക. നിങ്ങൾക്ക് സിനാറിയോ ഞാൻ പറയുമ്പോൾ തന്നെ ഏകദേശം നിങ്ങളുടെ ലൈഫിലുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അത് വെച്ച് കണക്ട് ചെയ്ത് നോക്കണം കേട്ടോ. ക്ലാരിഫൈ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വിശദമായിട്ട് ഞാൻ പറയുന്നത്. 4 ഓഫ് കപ്സ് വെച്ചിട്ട് മിസ്സിങ് എനർജി ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വന്നിട്ട് 10 ഓഫ് പെൻഡിക്കിൾസ്, 7 ഓഫ് wands ആൻഡ് ഡെത്ത്. ഓക്കെ, ഇവിടെ മിസ്സിങ് എനർജി വരാൻ കാര്യം രാശിയും കൂടെ പറഞ്ഞേക്കാം. ഡെത്ത് വെച്ചിട്ട് സ്കോർപിയോ, വൃശ്ചിക രാശിക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സെറ്റിൽ കണക്ട് ആയിരിക്കും. അതേപോലെ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, പിന്നെ ക്യാൻസർ, സ്കോർപിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ആ രാശിക്കാർ കുറച്ച് പേരുണ്ട്. കൂടുതലും വൃശ്ചിക രാശിക്കാരാണ് കണക്ട് ആയിരിക്കുന്നതെന്ന്. ഈ ഒരു കേസിൽ നമുക്ക് പറയാം നിങ്ങൾ ഫാമിലിയുടെ ഇടപെടൽ മൂലം, ഇൻ്റർഫിയറൻസ് എന്നാണ് എനിക്ക് പറയാൻ വന്നത്. ഓക്കെ, ഫാമിലിയുടെ ഇൻ്റർഫിയറൻസ് മൂലം, ഇടപെടൽ മൂലം നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷനിലായിരുന്നു. അത് പരസ്പരം നിർബന്ധമായിട്ട് ബ്ലോക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വന്നു കാണും. ഫാമിലി എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളുടെ ഏത് തരം ഫാമിലിയും ആവാം. എന്ന് വെച്ചാൽ അച്ഛൻ, അമ്മ ആവാം. അതേപോലെ ഫാമിലിയിൽ ആരും ആവാം. ഈവൺ എൽഡർ ബ്രദർ, എൽഡർ സിസ്റ്റർ, അങ്ങനെ മൂത്ത ചേട്ടൻ, ചേച്ചി, അതേപോലെ വേറെ ആരാണ്, സ്പൗസ് ഒക്കെ, ഹസ്ബൻഡോ വൈഫ്, അങ്ങനെ ഫാമിലി എന്ന് പറയുമ്പോൾ എന്തോ ആവാം. ആ ഫാമിലിയുടെ ഇടപെടൽ മൂലം നിങ്ങൾ ഫോഴ്സ്ഫുള്ളി പരസ്പരം ബ്ലോക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്ന സമയത്താണ് ഈ മിസ്സിങ് എനർജി വളരെ കൂടുതലായിട്ട് ഉള്ളതായിട്ട് കാണുന്നത്. അറ്റ് പ്രസൻറ്റ് നിങ്ങൾ ചിലപ്പോൾ ബ്ലോക്ക്ഡ് ആയിരിക്കും കേട്ടോ. പക്ഷേ അവിടെ ആ സിറ്റുവേഷൻ എൻഡ് ചെയ്ത് പുതിയൊരു ബിഗിനിങ്ങിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു പുതിയ ബിഗിനിങ് അവിടെ കാണുന്നുണ്ട്. എതിർപ്പുകൾ മറികടന്ന് നിങ്ങൾക്ക് ഒന്നിക്കാൻ സാധിക്കും എന്നാണ് ഡിവൈൻ പറയുന്നത്. ഓക്കെ, ക്ലാരിഫൈ 2 of wands. പ്ലീസ് ക്ലാരിഫൈ 2 of wands. Clarify 2 of wands. The Empress, King of Wands and the Devil. ഇവിടെ നമുക്ക് കാണുന്നത് നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം. നിങ്ങളെപ്പറ്റി ഒബ്സസ്ഡ് തോട്ട്സ് ആണ് ഇവർക്ക് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങളെപ്പറ്റി ചിന്ത നിർത്താൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഇപ്പോൾ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലാണ്. നിങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്തല്ല. ലോങ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവരുടെ ജോലിപരമായിട്ടോ അല്ലെങ്കിൽ അവർ റെഗുലർലി താമസിക്കുന്നത് നിങ്ങളിൽ നിന്ന് വിട്ടിട്ട് കുറച്ച് ദൂരെ ആയിരിക്കും. നിങ്ങളെ കാണണമെങ്കിൽ അവർക്ക് കുറച്ച് ഡിസ്റ്റൻസ് കവർ ചെയ്ത് യാത്ര ചെയ്ത് വന്നാലേ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ഇത് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ, എന്നും കാണുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അവർ വരുമ്പോൾ നിങ്ങൾ തമ്മിൽ കാണും, അങ്ങനെയുള്ളതാണ്.
കോണ്ടാക്റ്റിലായിരിക്കാൻ സാധ്യത. ഇതിന്റെ രാശികൾ വെച്ചിട്ട് ഡെവിൾ, കാപ്രിക്കോൺ, മകര രാശിക്കാരാണ് ഏറ്റവും കൂടുതലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം, പിന്നെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. മേടം, ചിങ്ങം, ധനുക്കാരാണ് മകര രാശിക്കാർ കഴിഞ്ഞിട്ട് കൂടുതലായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ചിന്ത ഇവരുടെ മനസ്സിൽ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലരെങ്കിലും ഒരു ചില അഡിക്ഷൻസിനൊക്കെ ഭാഗമായിട്ട്, അതായത് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര തീവ്രമായ അഡിക്ഷനായിട്ട് കാണുന്നില്ല, അവിടെ ഒബ്സസീവ് തോട്ട്സ് ആണ് കാണുന്നത് കേട്ടോ. നിങ്ങളെപ്പറ്റി തുടരെ ചിന്തിക്കുന്നതായിട്ടാണ്. കൂടെയുള്ള കാർഡ്സ് പോസിറ്റീവ് കാർഡ്സ് ആണ്, അതുകൊണ്ട് നെഗറ്റീവ് രീതിയിലുള്ള അഡിക്ഷൻ ഒന്നും അല്ല. പക്ഷെ സ്മോക്കിംഗ് അങ്ങനത്തെയൊക്കെ, കണ്ടിന്യൂസ് സ്മോക്കർ ആയിരിക്കാം, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത്. അല്ലെങ്കിൽ ടീ, കോഫി, ഉറക്കം ഉണ്ടാവില്ല, അപ്പോൾ കോഫി ഇങ്ങനെ കുടിച്ച് ഇരിക്കുന്ന, ഒരുപാട് കുടിക്കുന്നതായിട്ട് ഒക്കെ കാണുന്നുണ്ട്. പ്രതി ഇവർ ഹൈലി അട്രാക്റ്റഡ്. ഓക്കെ, നിങ്ങളും രണ്ടുപേരും തന്നെ, നിങ്ങൾക്കും ചിന്ത നിർത്താൻ വയ്യ, അവർക്കും ചിന്ത നിർത്താൻ വയ്യ എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് അവിടെ കാണുന്നത്. എംപ്രസ് വെച്ചിട്ട് അവര് അറിയാലോ നിങ്ങളെ വളരെ ഹൈ ലെവലിലാണ് അവരുടെ ലൈഫിൽ വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ മുഖം, നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ കെയർ, നിങ്ങൾ അവരെ പ്രിഫർ ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അതായത് മറ്റുള്ളവർക്ക് മേലെ നിങ്ങൾ അവരെ ഫസ്റ്റ് വെച്ചിട്ട് അവരുടെ കാര്യങ്ങൾക്ക് പ്രിഫറൻസ് കൊടുത്ത് അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ കെയർ എല്ലാം അവർ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. ഓക്കെ, കിങ് ഓഫ് വോൺസ് വെച്ചിട്ട് തിരിച്ചും നിങ്ങൾക്ക് അതുപോലെ തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ എംപ്രസ് വെച്ചിട്ട് നിങ്ങളും കാണാൻ സൗന്ദര്യമുള്ള ഒരാളാണ്, ഇവരും കാണാൻ സൗന്ദര്യമുള്ള ഒരാളാണ്. ഈ സൗന്ദര്യം എന്ന് പറയുന്ന റിലേറ്റീവ് ആണ് അല്ലേ. എനിക്ക് സുന്ദരമായിട്ടുള്ളത് ഒരുപക്ഷെ വേറൊരാൾക്ക് സുന്ദരമായിട്ട് തോന്നില്ല. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളാണ് സുന്ദരൻ അല്ലെങ്കിൽ സുന്ദരി. ഈ ലോകത്തിൽ നിങ്ങൾക്ക് പകരമായിട്ട് വെക്കാൻ യാതൊന്നുമില്ല. ഇതേപോലെ ഇവര് നിങ്ങളുടെ അടുത്ത് ആദ്യം കുറച്ച് ഫ്ലേർട്ടൊക്കെ ചെയ്തിട്ടായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക. വളരെ സീരിയസ് ആയിട്ടൊന്നുമല്ല അവർ ആ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഓവർ ദി ടൈം നിങ്ങളെപ്പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ, നിങ്ങൾ എങ്ങനത്തെ പേഴ്സൺ ആണ് എന്നൊക്കെ ഇവർ അറിഞ്ഞപ്പോൾ ഇവർ നിങ്ങളെ അത്യധികം സ്നേഹിച്ചു പോയി. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നതായിട്ട്. ഒരു ഫിസിക്കൽ അട്രാക്ഷനും ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഡെവിളും കിങ് ഓഫ് വോൺസും ഒന്നിച്ച് വരുമ്പോൾ ഫിസിക്കൽ അട്രാക്ഷൻ അവിടെ തീർച്ചയായിട്ടും ഉണ്ട്, സ്നേഹവും ഉണ്ട് കേട്ടോ. വെറും ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമല്ല അവിടെ. അതേപോലെ ഇവരൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ, നിങ്ങൾ രണ്ടുപേരും തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളായിരിക്കണം, നല്ല ജോലിയിലിരിക്കുന്ന രണ്ടുപേരും. അല്ലെങ്കിൽ നിങ്ങളൊരു ഡാൻസർ ആണെന്ന് വിചാരിക്കൂ, നിങ്ങൾ അതിൽ വളരെ തിളങ്ങുന്ന ഒരാളാണ്. അല്ലെങ്കിൽ വേറെ എന്ത് ജോലി ആയാലും നിങ്ങളുടെ ഓഫീസിൽ നല്ലൊരു പൊസിഷനിലിരിക്കുന്ന ഒരാളാണ്. അല്ല, ഒരു കുക്കിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നത്, അതിൽ നിങ്ങൾ എക്സലൻ്റ് ആയിട്ട് ഒരു പേര് എടുത്തിട്ടുള്ള ഒരാളായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണോ നിങ്ങൾ ജോലി ചെയ്യുന്നത് ആ ഫീൽഡിൽ നിങ്ങൾക്ക് നല്ലൊരു പേരുണ്ട്. ഓക്കെ, അങ്ങനെ എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്നവരാണ് നിങ്ങൾ രണ്ടുപേരും. ഓക്കെ, നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് നിങ്ങളെ പറ്റി നല്ല അഭിപ്രായമാണ്. ഇതിൻ്റെ ഫൈനലൈസേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ. What is the conclusion of this relationship here? Please guide me. 2 of Pentacles. ഇവിടെ ജഗ്ലിംഗ് സിറ്റുവേഷൻ ആണ് കാണുന്നത്. കാരണം എന്താണ്, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. 2 of Wands വെച്ചിട്ട് ലോങ് ഡിസ്റ്റൻസോടൊപ്പം തന്നെ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവൈലബിൾ ആണ്. നിങ്ങൾ രണ്ടുപേരും ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളൊരു ഫൈനലൈസേഷനിൽ എത്തിയിട്ടില്ല. അതങ്ങനെ തന്നെ നിങ്ങൾ തമ്മിൽ മാനസികമായി വളരെ അടുപ്പമാണ്. ഓക്കെ, പക്ഷേ ഒരു തീരുമാനം എടുക്കാൻ അവർക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഫോബിയ അവിടെ കാണുന്നുണ്ട്. അതായത് കമ്മിറ്റ്മെൻറ്റ് തരാനുള്ള ഭയം അവിടെ കാണുന്നുണ്ട്. ഓക്കെ, അത് ഇങ്ങനെ തന്നെ പോകുമെന്നാണ് ഇവർ പറയുന്നത്. ഡിവൈൻ്റെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഈ സിറ്റുവേഷൻ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. അറ്റ് പ്രസൻറ്റ് ഇവർ അതിനെ പറ്റിയിട്ട് യാതൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇതിൻ്റെ ഡെസ്റ്റിനി ഇങ്ങനെ തന്നെയാണ്. അതായത് നിങ്ങൾ ജഗിൾ തന്നെ, ഇതിനൊരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു കോംപ്രമൈസിങ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അതായത് ഒരു തീരുമാനം ഉണ്ടാവില്ല. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പേഴ്സൺ തന്നെയാണ്. ഓക്കെ, ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ഒന്നിക്കണമെങ്കിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യണം. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ പാർട്ട്ണർ ഉണ്ടല്ലോ, എക്സിസ്റ്റിംഗ് പാർട്ട്ണർ,
അവരെ വിട്ട് ഇവർ വരില്ല. ഈവൻ പാരൻസ് ആണെങ്കിൽ പോലും, ഇവിടെ തേർഡ് പാർട്ടി പാരൻ്റ് ആണെങ്കിൽ പോലും ആ പാരൻറ്റിനെ എതിർപ്പിനെ അവഗണിച്ചിട്ട് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. അവിടെ ആ ഒരു സിറ്റുവേഷൻ ക്ലിയർ ആയാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അവർക്ക് ആ തേർഡ് പാർട്ടിക്ക്, അത് പാരൻ്റ് ആവട്ടെ, സ്പൗസ് ആവട്ടെ, വേറെ എന്തും ആവട്ടെ, ആ സിറ്റുവേഷന് അവരുടെ മേലെ കൺട്രോളുണ്ട്. ഓക്കെ, clarify 8 of Pentacles. Clarify 8 of Pentacles, please. Judgment, Page of Wands, and 2 of Swords. മെസ്സേജ് അയക്കണം എന്നൊക്കെ വളരെ ആഗ്രഹമുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്നൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെയും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അവർ അറ്റ് പ്രസൻറ്റ് അവരുടെ കരിയറിൽ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് ലിബ്ര, തുലാരാശിക്കാരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കണക്റ്റ് ആയിരിക്കുന്നത്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. സ്പോർട്സ് വെച്ചിട്ട് ലിബ്ര, ജമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. അപ്പോൾ ലിബ്രക്കാർ ഒരുപാട് കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം ഇവർ വളരെ ഇമോഷണലായിട്ട് ഒരു റോളർ കോസ്റ്ററിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കിപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത് പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതേപോലെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനാൻസസ് അവർക്കൊരു പ്രശ്നമാണ്. അതായത് പൈസ ഒരു ബുദ്ധിമുട്ടായിട്ട് അവർക്ക് ലൈഫിൽ തോന്നുന്നുണ്ട്. ഇപ്പോൾ അത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ ഇവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് കാണുന്നത് കേട്ടോ. ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് മിക്കവാറും അവരുടെ ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി, അവരുടെ എന്താ പറയുക, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ആയിരിക്കണം അവിടെ ഒരു തേർഡ് പാർട്ടി ആയിട്ട് വരുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒന്നുകിൽ ഒരു വക്കീലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹീലർ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ സ്പിരിച്വലായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കാം. അതായത് 4 പേര് ഇവരുടെ അടുത്ത് അഡ്വൈസ് ചോദിച്ച് വരാറുണ്ട്. ഓക്കെ, അല്ലാത്ത പക്ഷം ഇവർക്ക് ഒരു ഫാമിലി ഉണ്ട്. ആ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി മുഴുവൻ ഇവരുടെ ചുമലിലാണ് ഇപ്പോൾ. അതുകൊണ്ട് ഒരു മുന്നോട്ടൊരു തീരുമാനമെടുത്ത് വരാനുള്ളൊരു സിറ്റുവേഷൻ ഇവർക്ക് ആയിട്ടില്ല. ഓക്കെ, വാട്ട് വിൽ ബി ദ conclusion of this connection? Please guide me. What will be the conclusion of this connection? Knight of Wands. Okay, പാഷനേറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഇതിന് ഒരു ഇമ്പൾസീവ് ആക്ഷൻ എടുത്ത് ഹൈ എനർജിയോട് കൂടി നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് തന്നെയാണ് ഇതിൻ്റെ കൺക്ലൂഷൻ. പ്രൊവൈഡഡ് അവിടെ അവരുടെ റെസ്പോൺസിബിലിറ്റി ഫിനിഷ് ചെയ്തതിന് ശേഷം ആ ഒരു കൺഫ്യൂഷൻ നിന്ന് കരകയറിയിട്ട് ഇവർ, അതായത് ഇവരുടെ റെസ്പോൺസിബിലിറ്റി അവിടെ ഫിനിഷ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നാണ് ഇവിടെ കാണിക്കുന്നത്. വോൺസിൻ്റെ എനർജി വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനുക്കാരും ഇതിൽ ഇൻക്ലൂഡഡ് ആയിപ്പോൾ. ക്ലാരിഫൈ ദ ഫൂൾ പ്ലീസ്. Clarify the Fool. Please clarify the Fool. 9 of Swords. 6 of Pentacles. And 7 of Pentacles. Taurus, Virgo, Capricorn. Okay. Rishabam, Kanni, Magaram. Libra, Gemini, Aquarius, Tulam, Midunam, Kumbam. അതേപോലെ മേടരാശിക്കാർ ഏരീസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിൽ കണക്ട് ആയിരിക്കുന്നത്. സെക്കൻഡായിട്ട് ടോറസ്, വിർഗോ, കാപ്രിക്കോൺകാർ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഇവർ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അവർക്ക് അവിടെയും ഫൈനാൻസസ് ആണ് പ്രോബ്ലമായിട്ട് കാണുന്നത് കേട്ടോ. അവരുടെ കടങ്ങളൊക്കെ ഒന്ന് തീർത്തിട്ട് അല്ലെങ്കിൽ ഫാമിലീനെ ഒന്ന് സെറ്റിലാക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്നുള്ള ചിന്തയിലാണ്. അതിനെ പറ്റിയിട്ട് അവർ സ്ട്രെസ്ഡാണ്. കാരണം ഈ ഡിസ്റ്റൻസ് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ഓവർ തിങ്കിങ് ആണ്, രാത്രി ഉറക്കമില്ല, എണീറ്റിരിപ്പാണ്. 2 സ്ട്രെസ്സും ഉണ്ട്. നിങ്ങളെ പിരിഞ്ഞിരിക്കുന്നതിൻ്റെ സ്ട്രെസ്സും ഉണ്ട്. അതേസമയം ഫൈനാൻസസിനെ കുറിച്ചും ഇവർ സ്ട്രെസ്ഡ് ആണ്. ഇവർക്ക് ഒന്നുകിൽ ലോണ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇവർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഫൈനാൻസസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള.
അത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്നുള്ളൊരു ടെൻഷൻ അവർക്കുണ്ട്. ചില സമയത്ത് അവർക്ക് തോന്നും ഇനി ഒന്നും ആലോചിക്കേണ്ട, നേരെ മുന്നോട്ട് പോവാം, വരുന്നത് വരട്ടെ എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ കൺക്ലൂഷൻ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഡിവൈൻ, പ്ലീസ് ടെൽ us what is the conclusion of this situation. ഇതിൻ്റെ അവസാനം എന്താണ്? അവർ വരുമോ എൻ്റെ പേഴ്സൻ്റെ അടുത്തേക്ക്? അവർ വരുമോ എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്തേക്ക്? വാട്ട് ഈസ് ദ കൺക്ലൂഷൻ? ഹെയറോഫാൻറ്റ്, സ്റ്റെബിലിറ്റി, കല്യാണം തന്നെയാണ്. അവർ തീർച്ചയായിട്ടും വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഹെയറോഫാൻറ്റ് എപ്പോഴും ഒരു എന്താ പറയുക, മാരീഡ് പേഴ്സൺ എന്നൊന്നും ഇല്ല ഇവിടെ. ഈ സിറ്റുവേഷനിൽ എൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ യെസ്, അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും, നിങ്ങളുടെ റിലേഷൻ ഒരു മാരേജിൽ കലാശിക്കും എന്ന് തന്നെയാണ് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹെയറോഫാൻറ്റ് വെച്ചിട്ട് ടോറസ് ആണ്, ഋഷഭരാശി. ഓക്കെ, അത് വെച്ച് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ പേഴ്സൺ ഒരു നല്ല പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ഒരാളായിരിക്കണം. ഒരു എന്താ പറയുക, 4 പേര് അഡ്വൈസ് ചോദിച്ച് ഇവരുടെ അടുത്ത് വരാറുണ്ട്. കുറച്ച് സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ആളാണ്. ഇത് നിങ്ങളുമായിരിക്കാം. ഓക്കെ, അതേപോലെ ഒരു ടീച്ചറായിരിക്കാം, എന്തെങ്കിലും പഠിപ്പിക്കുന്ന ഒരാളൊക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പൂജാരി, അങ്ങനെ അമ്പലത്തിലൊക്കെ പൂജ ചെയ്യുന്ന അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ ആയിരിക്കാം. സ്പിരിച്വലി കുറച്ച് ഇൻക്ലൈൻഡ് ആണ് ഇവർ. അതേപോലെ നിങ്ങളുടെ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ ഒക്കെ വ്യത്യാസമായിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സെയിം റിലിജൻ ആയിരിക്കില്ല, അതിൻ്റെ ഒരു ടെൻഷനും കാണുമായിരിക്കും അവിടെ. അതുപോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വെയിറ്റിംഗ് പീരീഡിലാണെങ്കിൽ അവരത് തരണം ചെയ്ത് വരുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. Please clarify. Queen of Cups, clarify. Queen of Cups, please. Queen of Wands, the Magician and the Emperor. ഇവിടെ 2 ക്വീൻസിൻ്റെ പ്രസൻസ് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സൺ, അതായത് ഇതിലുള്ള പുരുഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള പുരുഷൻ മാരീഡ് ആണ്. ഓക്കെ, അതേപോലെ ഇവരുടെ രാശികളിൽ, നിങ്ങളുടെയോ ഇവരുടെയോ രാശിയിൽ ഏരീസ്, മേടരാശി ഉണ്ടായിരിക്കാം, ടോറസ്, ഋഷഭരാശി, ഇത് രണ്ടുമാണ് കൂടുതലായിട്ട് കാണുന്നത്. അതേപോലെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ആൻഡ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത്. അതായത് 2 ക്വീൻസിൻ്റെ പ്രസൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഇവർ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് സ്വല്പം ഈഗോ ഒക്കെ ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഭയങ്കര പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ. ഇവരുടെ എന്താ പറയുക, മനസ്സുകൊണ്ടല്ല, ഇവർ തലച്ചോറ് കൊണ്ടാണ് കൂടുതലും ചിന്തിക്കുന്നത്. അതായത് ഇമോഷണൽ സൈഡ്. നിങ്ങളോട് സ്നേഹം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഒരുപാട് സ്നേഹമുണ്ട്. സ്നേഹത്തോടൊപ്പം നിങ്ങളെ റെസ്പെക്റ്റും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർ പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല പുറത്തേക്ക്. ഓക്കെ, നിങ്ങളെ കാണുമ്പോൾ പ്രിറ്റൻഡ് ചെയ്യുന്നത് വളരെ പ്രാക്ടിക്കലായിട്ട് ഇങ്ങനെ വളരെ ഫോർമലായിട്ട് ഡീൽ ചെയ്ത് പോകുന്നവരായിരിക്കും കേട്ടോ. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ വളരെ സ്നേഹമാണ്. ഇവരൊരു ലീഡർഷിപ്പ് പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ഒരാളായിരിക്കണം. അതായത് ഇപ്പോൾ ജോലിയിലൊക്കെ ആണെങ്കിൽ വളരെ നല്ല ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളായിരിക്കണം. നിങ്ങളെക്കാളും കൺസിഡറബിൾ ഏജ് ഡിഫറൻസ്, ഒരു കൺസിഡറബിൾ ഏജ് ഡിഫറൻസ് പറയുമ്പോൾ ഒരു 4-5 വയസ്സ്, 5 വയസ്സിന് മുകളിൽ നിങ്ങളുമായിട്ട് ഒരു ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അതും അവർ ചിന്തിക്കുന്നുണ്ട്. അത് നിങ്ങൾ പ്രപ്പോസ് ചെയ്താലൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു ചിന്ത അവർക്ക് ഉണ്ട്. ഇവരുടെ സ്പൗസ്, ഇവരൊക്കെ തീർച്ചയായും മാരീഡാണ്. അപ്പോൾ ഇവരുടെ സ്പൗസ് കുറച്ച് ഇമോഷണൽ ടൈപ്പ്, അവരൊക്കെ ഇവരുടെ അടുത്ത് സ്നേഹമാണ്. ഓക്കെ, ഇവരും അവരും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടാണ് ആ അളവിൽ കവിഞ്ഞൊരു സ്നേഹം ഉള്ളതായിട്ട് കാണുന്നത്. ഓക്കെ, നിങ്ങളെ പ്രതി 24 മണിക്കൂർ ഇവർ ചിന്തിക്കുകയാണ്. ഇവരുടെ മനസ്സിൽ അങ്ങനെ അറിയാതെ തന്നെ ഇവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഇവരെ പറ്റി ചിന്തകൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും കേട്ടോ. അട്രാക്ഷൻ 2 സൈഡിലും ഉണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടുത്തെ സിറ്റുവേഷൻ എന്താ വെച്ചാൽ ഇവരുടെ സ്പൗസ് ഇവരുമായിട്ട് അറ്റാച്ച്ഡ് ആണ് ഭയങ്കരമായിട്ട്. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ എന്തായിരിക്കും എന്നുള്ളത് ഇവർ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവർ നിങ്ങളെ മാനസികമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് നിങ്ങളുമായിട്ട്. ക്ലാരിഫൈ ദ കൺക്ലൂഷൻ ഓഫ് ദിസ് സിറ്റുവേഷൻ പ്ലീസ്.
Queen of Pentacles. Please clarify, Divine. I didn't get it clearly. I didn't get your message clearly. Please guide me properly. Who is he going to choose? Ace of Swords. ഓക്കെ, ന്യൂ ബിഗിനിങ് ആണ് അവിടെ കാണിക്കുന്നത് കേട്ടോ. അതായത് അവർക്ക് ഒരു റിയലൈസേഷൻ വരും. നിങ്ങളിൽ ആരെയാണ് അവർ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു റിയലൈസേഷൻ വന്നതിന് ശേഷം അവർ ഒരു തീരുമാനം എടുക്കും എന്നാണ് കാണുന്നത്. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ, അതായത് സിറ്റുവേഷൻ വേരീസ് എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ ആയിരിക്കും. ചിലർ അവരുടെ സ്പൗസിനെ ആയിരിക്കും ചൂസ് ചെയ്യുക, കാരണം അവർക്ക് സ്നേഹം ഉണ്ടെന്ന് ഇവർക്ക് ഒരുപാട് ബോധ്യം വന്നാൽ ഒരു പക്ഷേ അങ്ങോട്ട് പോകാം. അല്ലെങ്കിൽ ഇവർക്ക് സ്നേഹമാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്, നിങ്ങളോടുള്ള അട്രാക്ഷൻ ആണ് ഇവർക്ക് കൂടുതലെന്ന് വെച്ചാൽ നിങ്ങളെ പ്രിഫർ ചെയ്യും. അങ്ങനെ ഒരു ക്ലാരിറ്റി അവർക്ക് കിട്ടും. അവരുടെ കയ്യിലാണ് ഇതിൻ്റെ കൺക്ലൂഷൻ ഇരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. നാളെയാണ് നമ്മളുടെ 7/7 പോർട്ടലിൻ്റെ ഓപ്പണിംഗ്. ഞാൻ പറഞ്ഞ ഇത് ടെക്നിക്കൊന്നും ചെയ്തു നോക്കൂ. ചിലർക്കെങ്കിലും ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടാതിരിക്കില്ല. ഓക്കെ, അതേപോലെ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുക. എത്രയും വേഗം തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടണം എന്ന് പ്രാർത്ഥിച്ചിട്ട് ചെയ്തു തുടങ്ങുക. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.